ഈ സെഷനിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ജീനിന്റെ ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു നോൺ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻ അല്ലെങ്കിൽ എക്സ്ട്രോറി ജീൻ ദാറ്റ് വിൽ ബി റെഗുലേറ്റഡ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ് ഓൺലി ദ എക്സ്പ്രഷൻ വിൽ ബി ഒക്കേർഡ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ നമ്മൾ ഈ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന യൂക്യാരിയോട്ടിലെ ഏതൊക്കെ ലെവലിൽ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാം, പ്രോക്യാരിയോട്ടിക് ഓർഗാനിസത്തിലെ മേജർ എക്സ്പ്രഷൻസ് വിത്ത് എക്സാമ്പിൾസ്, അതിന്റെ റെഗുലേഷനും എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. പക്ഷെ യൂക്യാരിയോട്ടിക് ഓർഗാനിസത്തിൽ ഏതൊക്കെ ലെവലിൽ അതിന് എക്സ്പ്രഷൻ ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാം അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ യൂക്യാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ കേസിൽ ട്രാൻസ്ക്രിപ്ഷൻ ലെവലിൽ, അതായത് ട്രാൻസ്ക്രിപ്ഷൻ നടക്കാതെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ദ ജീൻ ഡസ് നോട്ട് വാണ്ട് ടു എക്സ്പ്രസ് ദേ വിൽ നോട്ട് അണ്ടർഗോ transcription. So transcriptional level we can see the regulation of the gene it occur, and we can see the next one in the splicing mechanism. നമുക്കറിയാം സ്പ്ലൈസിങ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഓഫ് ദ HNRNA to mRNA അത് നടന്നില്ലെങ്കിൽ എന്താണ് അവിടെ എക്സ്പ്രഷൻ നടക്കില്ല. mRNA ആയിട്ട് പുറത്തേക്ക് വന്നാൽ മാത്രമാണല്ലോ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുള്ളൂ. സോ ഇൻ ദ കേസ് ഓഫ് യൂക്യാരിയോട്ടിക് ഓർഗാനിസം the processing level or the splicing level where we can see the regulation of gene expression. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയസിന് സൈറ്റോപ്ലാസത്തിലേക്ക് mRNA വന്നില്ല എന്നുണ്ടെങ്കിൽ if it is not allowed the movement of the mRNA from nucleus to the cytoplasm, അന്നേരം അങ്ങനെ വന്നാലും നമുക്ക് എന്ത് നടക്കില്ല, പ്രോട്ടീൻ സിന്തസിസ് നടക്കില്ല, അല്ലെങ്കിൽ expression of that particular gene it will not occur. ട്രാൻസ്ലേഷൻ ലെവലിലും എക്സ്പ്രഷൻ നടക്കാതിരിക്കാം. പക്ഷെ ഈ 4 സ്റ്റെപ്പില് പ്രോട്ടീൻ എക്സ്പ്രഷൻ ക്യാൻ ബി സപ്രസ്ഡ് ഇൻ ദ കേസ് ഓഫ് ഓർ റെഗുലേറ്റഡ് ഇൻ ദ കേസ് ഓഫ് യൂക്യാരിയോട്ടിക് ഓർഗാനിസം. പ്രോക്യാരിയോട്സിന്റെ കേസിലെ മേജർലി ദ റെഗുലേഷൻ ഇറ്റ് ഓക്കേഴ്സ് ഇൻ ദ ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ. ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിലാണ് പ്രോക്യാരിയോട്ടിലെ മേജർ എക്സ്പ്രഷൻ ബ്ലോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഇൻഡ്യൂസ് ചെയ്യുന്ന അതിന്റെ റെഗുലേഷൻ നടക്കുന്ന ട്രാൻസ്ക്രിപ്ഷൻ ലെവലിലാണ്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തേക്കുന്ന ഒരു ഓപ്പറോൺ കൺസെപ്റ്റ് ആണ്. ഓപ്പറോൺ എന്ന് പറയുന്നത് എ കംപ്ലീറ്റ് ജീൻ വിത്ത് ഇറ്റ്സ് റെഗുലേറ്ററി സീക്വൻസ് ആൻഡ് ഇറ്റ്സ് പ്രൊമോട്ടർ ആൻഡ് ടെർമിനേറ്റർ, പ്രൊമോട്ടറും ടെർമിനേറ്ററും റെഗുലേറ്ററി സീക്വൻസും സ്ട്രക്ചറൽ ജീനും എല്ലാം കൂടെ കൂടിയ ആ ഒരു പർട്ടിക്കുലർ ജീൻ സീക്വൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഓപ്പറോൺ. അപ്പൊ ഓപ്പറോൺ എന്ന് പറയുന്നത് complete gene sequence with its regulatory sequence we are calling as the operon. Okay, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഓപ്പറോൺ how to control it അത് പറയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ you see in the case of some organism അല്ലെങ്കിൽ some type of gene, ചില ജീനിനകത്ത് ചിലപ്പോൾ ഇൻഡ്യൂസിബിൾ ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻ ആയിരിക്കും നടക്കുക. വേണ്ടപ്പോൾ മാത്രം എക്സ്പ്രസ് ചെയ്യുക, ബാക്കി സമയത്ത് അതെങ്ങനെ ആയിരിക്കും, ഷട്ട് ഡൗൺ ചെയ്തായിരിക്കും വെച്ചേക്കുക. അതായത് എപ്പൊക്കെ വേണോ അപ്പൊ അത് ഓപ്പൺ ചെയ്യും, അല്ലാത്ത സമയത്ത് അത് ഷട്ട് ഡൗൺ ചെയ്തായിരിക്കും വെച്ചേക്കുക. ചില ജീൻ എപ്പോഴും ഓപ്പൺ ആയിട്ടായിരിക്കും ഇരിക്കുക, വേണ്ടാത്ത സമയത്ത് മാത്രം അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്ന ഒരു പ്രക്രിയയും കാണാറുണ്ട്. അപ്പൊ നമുക്ക് പലതരത്തിലെ റെഗുലേഷൻ കാണാൻ പറ്റും. ഈ റെഗുലേഷനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ജീനും ഇരിക്കുന്നുണ്ടാവും അതിനകത്ത്. അതായത് ഇപ്പൊ പ്രൊമോട്ടറിന്റെയും അതുപോലെ ഓപ്പറേറ്ററിന്റെയും നടുക്കായിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ഇൻഹിബിറ്റർ ടൈപ്പ് ഓഫ് ജീൻ ഇറ്റ് വിൽ ബി പ്രസന്റ് ഇൻ ദിസ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. അപ്പൊ അല്ലെങ്കിൽ ഇൻ ദിസ് പർട്ടിക്കുലർ ജീൻ, ആ ജീനിന്റെ പ്രൊമോട്ടറിന്റെയും ഓപ്പറേറ്ററിന്റെയും നടുക്കായിട്ട് ഒരു ഇൻഹിബിറ്റർ ജീൻ കാണാം. ആ ഇൻഹിബിറ്റർ ജീൻ എപ്പോഴും കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആയിരിക്കും, അത് എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ കാണിച്ചു തരാം, അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. So here we are studying one example, Escherichia coli, lac operon in Escherichia coli. In E. coli. ഇനി എന്താണ് ഈ ലാക് ഓപ്പറോൺ എന്ന് ചോദിച്ചാല്, ലാക്ടോസ് ഡൈസാക്കറൈഡിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന സീക്വൻസും അതേപോലെ അതിന്റെ പ്രൊമോട്ടറും ടെർമിനേറ്ററും കൂടിയതാണ് എന്ത് ലാക് ഓപ്പറോൺ എന്ന് പറയാം. അപ്പൊ ലാക്ടോസ് ഡൈജസ്റ്റിംഗ്, ഇതിന്റെ ഫംഗ്ഷൻ എന്താ, ലാക്ടോസ് ഡൈജഷൻ ആണ് അല്ലെ, ലാക്ടോസ് ഡൈജഷൻ ആണ്. ലാക്ടോസ് ഡൈജസ്റ്റ് ചെയ്താൽ എന്താ കിട്ടുക, ലാക്ടോസ് വിൽ ബി ഡൈജസ്റ്റഡ് ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. ഗ്ലൂക്കോസും ഗാലക്ടോസും ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് അവർക്ക് എന്തിനു യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ന്യൂട്രിയൻ സോഴ്സിന് അവർക്ക് റെസ്പിറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ATP സിന്തസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറോണിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിന്റെ ഒരു സ്ട്രക്ചർ നമുക്ക് ആദ്യം തന്നെ വരയ്ക്കാം. ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ്. ശ്രദ്ധിച്ചിരിക്കണം, എന്നാലും ഇത് മനസ്സിലാവുള്ളൂ. So here we can see the promoter sequence, we can see at the
this side of this gene or 5 prime end of this gene. And then after that we can see an inhibitor sequence or inhibitor sequence. Then again we can see the promoter sequence. Then again we can see another sequence that is called as operator. This is promoter, this is inhibitor, this is operator. And we can see after operator there are 3 structural genes, that is ZYA. Z gene, it indicate beta galactosidase enzyme, and Y gene, it indicate the enzyme permease, and A gene, it indicate transacetylase gene. ഇതാണ് നമ്മുടെ 3 structural genes which is controlled by a single promoter and it is regulated by an inhibitor and operator. ഈ ഇൻഹിബിറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ this is a housekeeping gene or the constitutive gene. It will be continuously expressed. So what happened? This I gene, it will be always expressed, and its promoter is present in the left side of it, and we can see this will undergo transcription for the formation of mRNA, and this mRNA, it will produce a protein called as repressor protein. This is the protein produce repressor protein produce. This repressor protein I will a square shape represent. This repressor protein, it has affinity to operator region. This affinity in the operator region affinity. So here when the repressor protein is synthesized here, it will be bound to this operator region. Operator region is bind ചെയ്തു നിൽക്കും. നമുക്കറിയാം ഈ എൻസൈം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? The RNA polymerase, it has to transcribe this structural gene into mRNA. അതിനു വേണ്ടിയിട്ട് RNA polymerase എവിടെ വന്ന് ബൈൻഡ് ചെയ്യും? പ്രൊമോട്ടറിൽ, സിഗ്മ ഫാക്ടറെ പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്യും. സിഗ്മ ഫാക്ടറിന്റെ കൂടെ ആര് ജോയിൻ ചെയ്യും? The RNA polymerase core enzyme ജോയിൻ ചെയ്യും. ഇവരിങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ചെങ്ങാതി ഇവിടെ ഇരിക്കുകയാണ്. ഇത് ആരാണിത്? റിപ്രസർ പ്രോട്ടീൻ ആണ് അല്ലെ. ആ റിപ്രസർ പ്രോട്ടീൻ ഇവിടെ ഇരിക്കണോണ്ട് RNA പോളിമറേസിന് ഇതിൽ കൂടെ മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ ട്രാൻസ്ക്രൈബ് ചെയ്യാനോ പറ്റില്ല അല്ലെ. സോ ഹിയർ ഈ ലാക്ടോസ് ഇല്ലാത്ത സമയത്ത് ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു എൻസൈമിനെ വെറുതെ സിന്തസൈസ് ചെയ്യിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലെ. ബിക്കോസ് ദിസ് ഇസ് എ കാറ്റബോളിക് ആക്ടിവിറ്റി. ചുമ്മാ കാറ്റബോളിക് ആക്ടിവിറ്റീനെ induce ചെയ്യേണ്ട ആവശ്യമില്ല. It is a catabolic activity. It is just breaking the lactose into glucose and galactose. അപ്പോൾ catabolic activity or catabolism or the metabolic activity which is undergoing in a breakdown process. The breakdown process, it is always controlled by a repressor protein. ഇത് എപ്പോഴും എങ്ങനെയാ കൺട്രോൾ ചെയ്യുന്നത്? ഒരു റിപ്രസർ പ്രോട്ടീൻ വഴിയാണ് കൺട്രോൾ ചെയ്യുന്നത്. കൺട്രോൾഡ് ബൈ റിപ്രസർ പ്രോട്ടീൻ. Okay, and this will be always in a switched off manner ലായിരിക്കും ഇത് കാണുക. And we can see when the lactose is present, lactose vanna endu cheyanam, idu switch on cheyana alle. Lactose vanna idu switch on cheyana. So lactose, it will induce the expression of this beta galactosidase permease and transacetylase. So lactose will induce it. Lactose undengi maatrana endu cheyullu ഈ ഓപ്പറോൺ ഇൻഡ്യൂസ് ആവുള്ളൂ എന്ന് പറഞ്ഞാൽ കാറ്റബോളിക് ആക്ടിവിറ്റി that is always negatively regulated. എന്തുകൊണ്ടാണ് അത് നെഗറ്റീവ്ലി റെഗുലേറ്റഡ് എന്ന് പറയാൻ കാരണം അത് എപ്പോഴും സ്വിച്ച് ഓഫ് ആയാണ് ഇരിക്കുന്നത് അല്ലേ. ആൻഡ് വി ക്യാൻ സീ ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ എ റിപ്രസർ പ്രോട്ടീൻ ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇൻഡ്യൂസിബിൾ ടൈപ്പ് ഓഫ് ഓപ്പറോൺ. അപ്പൊ ഈ ലാക്ടോസ് വിൽ ഇൻഡ്യൂസ് ഇറ്റ്, സോ ഇറ്റ് ഈസ് ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ. വേണ്ടപ്പ
ഓൺ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഓപ്പറോൺ ആയിരിക്കും. അപ്പൊ ഇത് നെഗറ്റീവ്ലി റെഗുലേറ്റഡ് ആണ് ലാക് ഓപ്പറോൺ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. പോസിറ്റീവ്ലി റെഗുലേറ്റഡ് ലാക് ഓപ്പറോൺ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് നെഗറ്റീവ്ലി റെഗുലേറ്റഡ് ലാക് ഓപ്പറോൺ ആണ് പറയാനുള്ളത്. ഇനി ഇതിന്റെ ഇൻഡക്ഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ, ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കണം. ബീറ്റാ ഗാലക്ടോസിഡേസ് എന്താ ചെയ്യുന്നത്? ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിച്ച് ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റും. പെർമേസ് എൻസൈം ഇറ്റ് വിൽ അലൗ ദ എൻട്രി ഓഫ് ലാക്ടോസ് ഇൻസൈഡ് ദ സൈറ്റോപ്ലാസം. ലാക്ടോസിനെ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടാലാണ് ഈ ബീറ്റാ ഗാലക്ടോസിഡേസിന്റെ പ്രസൻസിലെ ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആയിട്ട് കാറ്റബോളൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ട്രാൻസ്അസറ്റൈലേസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് കടത്തിവിടുന്ന ലാക്ടോസിനെ അസറ്റൈലേഷൻ ചെയ്താലാണ് ഈ ലാക്ടോസിനെ ഉള്ളിലേക്ക് പെർമിറ്റ് ചെയ്യുള്ളൂ. അതിന് ഉള്ളിലേക്ക് കടത്തിവിടാൻ അനുവദിക്കണമെങ്കിൽ എന്ത് വേണം? ട്രാൻസ്അസറ്റൈലേസ് വേണം. എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ ലാക്ടോസ് ഉള്ള മീഡിയത്തിൽ വളരുമ്പോൾ ആ ലാക്ടോസ് ഉള്ളിൽ കയറണം. ഉള്ളിൽ കയറിയാൽ മാത്രമേ ഇതിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ പ്രോസസ്സ് നടക്കുകയുള്ളൂ. അപ്പൊ അതിനൊരു ബേസിക് ലെവൽ ഓഫ് എക്സ്പ്രഷൻ എപ്പോഴും ഇതിന്റെ ഈ 3 ജീനിന് കാണും. അത് നമ്മൾ ആ ബേസിക് ലെവൽ ഓഫ് എക്സ്പ്രഷൻ ഞാൻ ഇതിന്റെ ആക്ടിവിറ്റി എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പൊ ഈ 3 ജീനിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ബീറ്റാ ഗാലക്ടോസിഡേസ് ഡൈജഷന് വേണ്ടിയിട്ടും, പെർമേസ് പെർമിഷന് വേണ്ടിയിട്ടും, അസറ്റൈലേസ് ആ ലാക്ടോസിനെ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ളതാണ് കേട്ടോ. Now, when this lactose is entered inside, lactose ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ ഞാൻ ലാക്ടോസിനെ പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറണം. ലാക്ടോസിനെ ഞാനൊരു ത്രികോണ ആകൃതിയിൽ വരയ്ക്കണം. This lactose, it will be having more affinity towards this repressor. ഈ ലാക്ടോസിന് റിപ്രസറിന്റെ കൂടെ ഭയങ്കര അഫിനിറ്റിയാ. അതായത് റിപ്രസറിന് ഓപ്പറേറ്ററിനേക്കാൾ കൂടുതൽ ഇഷ്ടം ആരെയാണ്? ലാക്ടോസിനെയാണ്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെങ്ങാതി ഇതാ ഇവിടെ ഇരിക്കുന്ന ആള് ലാക്ടോസിനെ കാണുമ്പോ ഓ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ റിപ്രസർ ആരുടെ കൂടെ കൂടും? ലാക്ടോസിന്റെ കൂടെ കൂടും. എന്ന് പറഞ്ഞാൽ അതാ ഇത് ഇങ്ങോട്ട് ഒരു കോംപ്ലക്സ് ഫോം ആയിട്ട് തിരിച്ചു പോകുന്നു. നൗ അവർ ഓപ്പറേറ്റർ റീജിയൻ ഗോട്ട് ഓപ്പൺ. നമ്മുടെ ഓപ്പറേറ്റർ റീജിയൻ എന്തായി? ഓപ്പൺ ആയി അല്ലേ? ഓപ്പറേറ്റർ റീജിയൻ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സീ ദീസ് 3 ജീൻസ് ഇറ്റ് വിൽ അണ്ടർഗോ എക്സ്പ്രഷൻ. ഇത് ബീറ്റാ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യും, ഇത് പെർമേസ് പ്രൊഡ്യൂസ് ചെയ്യും, ഇത് ട്രാൻസ്അസറ്റൈലേസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോഴത്തേക്കും ഈ ട്രാൻസ്അസറ്റൈലേസ് വീണ്ടും അതിന്റെ സൈറ്റോപ്ലാസത്തിൽ നിന്ന് ഇറങ്ങി, ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസത്തിൽ നിന്ന് ഇറങ്ങി മീഡിയയിൽ ചെന്ന് ലാക്ടോസിനെ ട്രാൻസ്അസറ്റൈലേഷൻ നടത്തും, അതായത് അസറ്റൈലേഷൻ നടത്തും. അതിന്റെ ലാക്ടോസിനെ അസറ്റൈൽ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യും. പെർമേസ് വന്നിട്ട് അസറ്റൈലേറ്റഡ് ലാക്ടോസിനെ ഉള്ളിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരും. ബീറ്റാ ഗാലക്ടോസിഡേസ് വന്നിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റും. ഇനി നോക്കിക്കേ, ഈ ഒരു ലാക്ടോസ് ഈ ചങ്ങാതി ഇവിടെ വന്നത് കൊണ്ടല്ലേ ഈ റിപ്രസറിനെ ഇങ്ങോട്ട് എടുത്തത്. അപ്പൊ ഈ ലാക്ടോസിനെ ഇവിടെ എൻറ്റർ ചെയ്യിപ്പിക്കണമെങ്കിൽ ഈ 2 എൻസൈമും വേണം അല്ലെ? ഈ 2 എൻസൈമും ഉണ്ടെങ്കിൽ ട്രാൻസ്അസറ്റൈലേസ് ഉണ്ടെങ്കിലാണ് ഈ വരുന്ന ലാക്ടോസിനെ അസറ്റൈലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പെർമേസ് ഉണ്ടെങ്കിലാണ് ഈ അസറ്റൈലേറ്റഡ് ലാക്ടോസിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ these 3 genes, even though we are saying it is under negative regulation and this has to induce the by lactose, even though we are saying that much, a little amount of expression of these 3 genes it will be seen inside the cytoplasm. ഒരു ചെറിയ ലെവലിൽ ബേസിക് ലെവൽ ഓഫ് എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് കുറച്ച് ലാക്ടോസിനെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആ ബേസിക് ലെവൽ ഓഫ് എക്സ്പ്രഷൻ പോരാ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ന്യൂട്രിയൻസിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ലാക്ടോസിന് ഉള്ളിൽ എടുക്കണമെങ്കിൽ അത്രയും എക്സ്പ്രഷൻ പോരാ എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ അത്രയും എക്സ്പ്രഷൻ കൊണ്ട് നമുക്ക് ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാൻ പാകത്തിന് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റില്ല. സോ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് റെഗുലേഷൻ വേർ വി ക്യാൻ സീ ദ ജീൻ ഈസ് ഓൾവേസ് സ്വിച്ച്ഡ് ഓഫ് whenever the lactose is coming inside. Lactose will induce the gene to switch on, so it is a inducible type of operon and it is a negatively regulated operon and it is seen in the catabolic process. But catabolic process lana sadharana inducible type of operon allengi negatively regulated operon കാണുന്നത് കേട്ടോ. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറെ കുറച്ച് എക്സാമ്പിൾസും കൂടി കൊടുത്തിട്ടുണ്ട്. That is arabinose operon is there, അതേപോലെ histidine operon is there, tryptophan operon is there, valine operon is there. അങ്ങനെ കുറച്ച് ഓപ്പറോൺസ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ അതെന്ന് പറയാം.
ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ ഞാൻ പറഞ്ഞുതരാം, കാരണം അതാണ് ഒരു അനാബോളിക് പ്രോസസ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അരാബിനോസ് ഓപ്പറോൺ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ്. അരാബിനോസിൽ ശരിക്കും 3 ജീൻസ് ആണ് കാണുന്നത്. അതും ഒരു 5 കാർബൺ കോമ്പൗണ്ടിനെ എങ്ങനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാം എന്നുള്ള ആ ഒരു ഡൈജഷൻ പ്രോസസ്സ് തന്നെ, അല്ലെങ്കിൽ കാറ്റബോളിക് പ്രോസസ്സ് തന്നെയാണ് പറയുന്നത് അരാബിനോസ് ഓപ്പറോണില്. അതുപോലെ ഹിസ്റ്റഡിൻ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡിന്റെ സിന്തസിസ് ആണ്, അതും ഒരു അനാബോളിക് പ്രോസസ് ആണ്. വാലിൻ ദാറ്റ് ഈസ് ഓൾസോ ആൻ അമിനോ ആസിഡ്, ദാറ്റ് ഈസ് ഓൾസോ വാട്ട് ടു സേ ഒരു അനാബോളിക് പ്രോസസ്, സിന്തറ്റിക് പ്രോസസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ അതിനകത്ത് ട്രിപ്റ്റോഫാൻ വെച്ചിട്ട് ഒരു അനാബോളിക് പ്രോസസ്സ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഇത് കൂടാതെ ആ പോസിറ്റീവ് റെഗുലേഷൻ, ഇത് നമ്മൾ ആ ഇതിന്റെ അവസാനം നോക്കിക്കേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. This lac operon, it can be regulated positively also. See, lac operon is under control of positive regulation as well, but it is beyond the scope of discussion at this level. ഞാൻ ഒരുപാട് പറയുന്നില്ല. അതെങ്ങനെയാന്ന് ചോദിച്ചാല്, ഇപ്പൊ ലാക് ഓപ്പറോൺ ഓപ്പൺ ചെയ്താലും അതിന്റെ സ്പീഡ് അത്ര വലിയ കാര്യമായിട്ടുള്ള സ്പീഡൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതിനൊക്കെ എങ്ങനെയാന്ന് വെച്ചാല്, ഗ്ലൂക്കോസിന്റെ ഇപ്പൊ ലാക് ഓപ്പറോൺ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും കൂടുന്നത്? ലാക്ടോസിന്റെ അമൗണ്ട്, ലാക്ടോസ് എടുത്ത് ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റി ചെയ്യാം. അപ്പൊ ആ ബാക്ടീരിയക്ക് വേണ്ട ഗ്ലൂക്കോസ് അത്രയും അങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത്രയും ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ കാറ്റബോളിക് ആക്ടിവിറ്റി അത്ര എഫിഷ്യന്റ് ആയിട്ട് നടക്കുന്നില്ല എന്നാണ്. ഇനി അതിനെ സ്പീഡ് കൂട്ടണം. ആ സ്പീഡ് കൂട്ടുന്നതാണ് ലാക് ഓപ്പറോണിന്റെ പോസിറ്റീവ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓൾറെഡി തുറന്നിരിക്കുന്ന ലാക് ഓപ്പറോൺ ആണ്, പോസിറ്റീവ്ലി ഓപ്പൺ ആയിട്ടിരിക്കുന്ന ലാക് ഓപ്പറോൺ ആണ്, സ്വിച്ച് ഓൺ ചെയ്തിരിക്കുന്ന ഒരു ഓപ്പറോൺ ആണ്. അതിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് കാറ്റബോളൈറ്റ് ആക്ടിവേറ്റിംഗ് പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഈ പ്രൊമോട്ടറിന്റെ മുമ്പിലായിട്ടിരിക്കുന്നുണ്ട്. അതായത് അപ്സ്ട്രീം ഓഫ് പ്രൊമോട്ടർ റീജിയൻ നമുക്ക് ഒരു കാറ്റബോളൈറ്റ് ആക്ടിവേറ്റിംഗ് പ്രോട്ടീൻ ഉണ്ട്. ഈ കാറ്റബോളൈറ്റ് ആക്ടിവേറ്റിംഗ് പ്രോട്ടീനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന സൈക്ലിക് AMP എന്ന് പറയുന്ന ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ആണ് കേട്ടോ. നമ്മൾ ഇതിന്റെ പോസിറ്റീവ് റെഗുലേഷൻ ആണ് പറയുന്നത്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും നമ്മൾ പോസിറ്റീവ് റെഗുലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് വാട്ട് ഇറ്റ് ഈസ് വിൽ ജസ്റ്റ് സീ ഹിയർ. പ്രൊമോട്ടറിന്റെ അപ്സ്ട്രീം ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു കാറ്റബോളൈറ്റ് ആക്ടിവേറ്റിംഗ് പ്രോട്ടീൻ, കാറ്റബോളൈറ്റ് ആക്ടിവേറ്റിംഗ് പ്രോട്ടീൻ. അതായത് ഓൾറെഡി കാറ്റബോളിസം റിയാക്ഷൻ നടക്കുന്ന ആ പ്രോസസ്സിനെ സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് കാറ്റബോളൈറ്റ് ആക്ടിവേറ്റിംഗ് പ്രോട്ടീൻ. ദാറ്റ് ഈസ് പ്രസന്റ് അപ്സ്ട്രീം ഓഫ് ദിസ് പ്രൊമോട്ടറിന്റെ അപ്സ്ട്രീം ആയിട്ട് കാണുന്നതാണ്. ഇതിനെ ആക്ടിവേറ്റഡ് ബൈ സൈക്ലിക് AMP. ഓക്കെ, ഈ സൈക്ലിക് AMP ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ കുറവായിരിക്കും, ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ കൂടുതലായിരിക്കും. സൈക്ലിക് AMP it increases when glucose decrease. ഗ്ലൂക്കോസ് കുറയുമ്പോൾ സൈക്ലിക് AMP കൂടും. സൈക്ലിക് AMP കൂടിയ കാറ്റബോളൈറ്റ് ആക്ടിവേറ്റിംഗ് പ്രോട്ടീന്റെ എമൗണ്ട് കൂടും. ഇനി സൈക്ലിക് AMP will be decreased when glucose is increased. ഗ്ലൂക്കോസ് കൂടുതലാണെങ്കിൽ സൈക്ലിക് AMP കുറവായിരിക്കും. അപ്പൊ അതിന്റെ പോസിറ്റീവ് റെഗുലേഷൻ ഒന്നും ആവശ്യം വരില്ല. അപ്പൊ പോസിറ്റീവ് റെഗുലേഷൻ ഓഫ് ദ ലാക്ടോസ് എന്ന് പറയുന്ന ലാക്ടോസ് ഡൈജഷനെ കുറച്ചും കൂടെ സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കാറ്റബോളൈറ്റ് ആക്ടിവേറ്റിംഗ് പ്രോട്ടീൻ വിച്ച് ഇസ് പ്രസന്റ് അപ്സ്ട്രീം ഓഫ് ദിസ് പ്രൊമോട്ടർ റീജിയൻ, അതിനെ സൈക്ലിക് AMP ആണ് കൺട്രോൾ ചെയ്യുന്നത്. സൈക്ലിക് AMP ഗ്ലൂക്കോസിന്റെ പ്രസൻസിൽ കുറവും ഗ്ലൂക്കോസിന്റെ കുറവിൽ അത് കൂടുതലുമായിരിക്കും. അതായത് ഗ്ലൂക്കോസ് കുറവാണെങ്കിൽ സൈക്ലിക് AMP കൂടുതലായിരിക്കും, ഗ്ലൂക്കോസ് കൂടുതലാണെങ്കിൽ സൈക്ലിക് AMP കുറവായിരിക്കും. സൈക്ലിക് AMP കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്റബോളൈറ്റ് ആക്ടിവേറ്റിംഗ് പ്രോട്ടീൻ മോർ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇതിന്റെ സ്പീഡ് കൂടും. അതാണ് അതിന്റെ പോസിറ്റീവ് റെഗുലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ലാക് ഓപ്പറോൺ എന്താന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു. ലാക് ഓപ്പറോണിന് ഒരു പ്രൊമോട്ടർ ഉണ്ട്, ഒരു ഇൻഹിബിറ്റർ ഉണ്ട്, ഒരു ഓപ്പറേറ്റർ ഉണ്ട്. ഇൻഹിബിറ്റർ എപ്പോഴും എന്തായിരിക്കും? ഹൗസ് കീപ്പിംഗ് ആയിരിക്കും, അത് എപ്പോഴും എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇൻഹിബിറ്ററിൽ നിന്ന് സിന്തസൈസ് ചെയ്യുന്ന റിപ്രസർ പ്രോട്ടീൻ വന്നിട്ട് ഓപ്പറേറ്ററിനോട് അഫിനിറ്റി ഉണ്ടാവും, അവിടെ വന്ന് ബൈൻഡ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഇത് എപ്പോഴും ഓഫ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഇനി ഇത് ഓൺ ആക്കണമെങ്കിൽ ലാക്ടോസ് ഉള്ളിൽ കയറണം. ലാക്ടോസ് ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിപ്രസറിന് ലാക്ടോസിനാണ് കൂടുതൽ ഇഷ്ടം ഓപ്പറേറ്ററിനേക്കാൾ. അപ്പൊ അവരെ ബെസ്റ്റ് ഫ്രണ്ട് വരുമ്പോൾ അത് ലാക്ടോസിന്റെ കൂടെ കൂടും. അപ്പൊ ഓപ്പറേറ്റർ ഫ്രീ ആവും. RNA പോളിമറേസിന് ഈസി ആയിട്ട് ഇതിനെ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതിന് ഒരു കുറച്ച് ലാക്ടോസിന്റെ ഉള്ളിൽ കയറിയേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള പെർമിയേസും ട്രാൻസസിറ്റൈലേസും ഓൾറെഡി ബേസിക് എക്സ്പ്രഷൻ അവർ കാണിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ as it is always switched off, it is a negatively regulated gene and it is inducible type of gene because lactose വരുമ്പോഴാണ് അത് സ്വിച്ച് ഓൺ ആവുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇൻഡ്യൂസർ വന്നിട്ട് ലാക്ടോസ് ആണ്.
Okay, so catabolic activities എല്ലാം നെഗറ്റീവ്ലി റെഗുലേറ്റഡ് ആണ്. അത് ഇൻഡ്യൂസിബിൾ ടൈപ്പ് ഓഫ് ഓപ്പറോൺ ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു അനാബോളിക് പ്രോസസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു അനാബോളിക് പ്രോസസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ we are just seeing the tryptophan operon. Tryptophan എന്ന് പറയുന്ന അമിനോ ആസിഡ് ബാക്ടീരിയയിലൊക്കെ എപ്പോഴും സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അത് എപ്പോഴും സ്വിച്ച് ഓൺ ആയിരിക്കുന്ന ഒരു ഓപ്പറോൺ ആണ്. സോ tryptophan operon. Tryptophan operonum ഇതേപോലെ തന്നെ you just see here it will be having a promoter. ഇതിനൊരു പ്രൊമോട്ടർ ഉണ്ടാവും, ഇതിനൊരു ഇൻഹിബിറ്റർ ജീൻ ഉണ്ടാവും. ഇൻഹിബിറ്റർ ജീൻ ഇതിനുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതിനൊരു പ്രൊമോട്ടർ ഉണ്ടാവും, ഒരു ഓപ്പറേറ്റർ ഉണ്ടാവും. അതേപോലെ സ്ട്രക്ചറൽ ജീൻ വന്നിട്ട് ഇ ഡി സി ബി എ, ഇത് ടെർമിനേറ്റർ ആണ്. ഈ ഭാഗം അതിന്റെ ടെർമിനേറ്റർ ആണ്. ഇതിന് മൊത്തം 5 സ്ട്രക്ചറൽ ജീൻസ് ആണുള്ളത്. ഇ ഡി സി ബി എ, ഇതിന് ഓരോന്നിന്റെ റോളൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഇതും ഈ 5 ജീനും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക, ട്രിപ്റ്റോഫാൻ ഉണ്ടാവുക. ഇനി ഈ ഇൻഹിബിറ്റർ ജീൻ ഉണ്ടല്ലോ, ഇതൊരു ഹൗസ് കീപ്പിംഗ് ജീനാണ്, എപ്പോഴും എക്സ്പ്രസ് ചെയ്ത് നിൽക്കുന്നതാണ്. പക്ഷെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിപ്രസർ, ദിസ് വിൽ പ്രൊഡ്യൂസ് an mRNA. This mRNA it will produce a repressor. This repressor it is not active, it is an inactive repressor. ഈ ഇനാക്റ്റീവ് റിപ്രസറിന് നമ്മൾ പറയുന്ന പേരാണ് എപ്പോ റിപ്രസർ. ഇതിന് നമ്മൾ എന്ത് പറയും, എപ്പോ റിപ്രസർ എന്ന് പറയും. ഈ എപ്പോ റിപ്രസർ ആസ് ഇറ്റ് ഈസ് ഇനാക്റ്റീവ് ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു ബൈൻഡ് വിത്ത് ദിസ് ഓപ്പറേറ്റർ. ഇത് ഓപ്പറേറ്ററുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനിവിടെ ഒരു സ്ക്വയർ വരയ്ക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ എപ്പോ റിപ്രസർ കേട്ടോ. ദിസ് ഈസ് ഇനാക്റ്റീവ്, ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു ബൈൻഡ് വിത്ത് ഓപ്പറേറ്റർ. അപ്പൊ എന്താവും, ഈ ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ എപ്പോഴും ഓപ്പൺ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് അനാബോളിക് പ്രോസസ്, സിന്തസൈസിങ് പ്രോസസ്, ആൻഡ് ദിസ് ഈസ് പോസിറ്റീവ്ലി റെഗുലേറ്റഡ്. കാരണം എന്താ, അത് സ്വിച്ച് ഓൺ ചെയ്തിരിക്കുന്നതാണ് അല്ലേ. ഓക്കെ, നൗ when this tryptophan is synthesized in large quantity, tryptophan കുറേ സിന്തസൈസ് ചെയ്തു. ട്രിപ്റ്റോഫാൻ കുറെ സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ സം ഓഫ് ട്രിപ്റ്റോഫാൻ ഇറ്റ് വിൽ കം ആൻഡ് ജോയിൻ ഇൻ ദിസ് റീജിയൻ. യു ജസ്റ്റ് ഇമാജിൻ എപ്പോ റിപ്രസറുമായിട്ട് ജോയിൻ ചെയ്യും. ഇതപ്പോൾ എന്തായി പോകുന്നറിയോ, ഒരു കംപ്ലീറ്റ് റിപ്രസർ, ഫങ്ഷണൽ റിപ്രസർ ആയിട്ട് മാറും. ഈ ഫങ്ഷണൽ റിപ്രസർ പോയിട്ട് എവിടെ ബൈൻഡ് ചെയ്യും, ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യും. അപ്പൊ എന്താക്കി, see here this epo repressor with the tryptophan it will become as a functional repressor. RNA polymerase will be blocked through this way. RNA polymerase ഇതിക്കടെ കടത്തി വിടില്ല. അപ്പൊ എന്തായി, ട്രിപ്റ്റോഫാൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്തായി, this is a positively regulated and it is an anabolic process and it is not an inducible type of regulator. ഇത് ഇൻഡ്യൂസ് ചെയ്യല്ല ചെയ്യുക. This is a repressible type of ഓപ്പറോൺ. ഇത് റിപ്രസബിൾ ടൈപ്പ് ഓഫ് ഓപ്പറോൺ ആണ്. അതായത് അനാബോളിക് പ്രോസസ് ഒക്കെ എപ്പോഴും എങ്ങനെയായിരിക്കും, പോസിറ്റീവ്ലി റെഗുലേറ്റഡ് ആയിരിക്കും. കാറ്റബോളിക് പ്രോസസ് നെഗറ്റീവ്ലി റെഗുലേറ്റഡ് ആയിരിക്കും. ഇവിടെ അനാബോളിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ട്രിപ്റ്റോഫാന്റെ സിന്തസിസ് ആണ്. ട്രിപ്റ്റോഫാന്റെ സിന്തസിസിന് വേണ്ടിയിട്ട് നമ്മൾ ലാക് ഓപ്പറോണിന്റെ പോലെ തന്നെ അതിന് പ്രൊമോട്ടർ ഉണ്ട്, ഇൻഹിബിറ്റർ ഉണ്ട്, ഓപ്പറേറ്റർ ഉണ്ട്, അതേപോലെ തന്നെ 5 സ്ട്രക്ചറൽ ജീൻസും ഉണ്ട്. ഇതിന്റെ അകത്ത് ഇൻഹിബിറ്റർ സിന്തസൈസ് ചെയ്യുന്ന റിപ്രസർ ഫങ്ഷണൽ അല്ല, എപ്പോ റിപ്രസർ ആണ് മാത്രം. എപ്പോ റിപ്രസറിന് ഓപ്പറേറ്ററുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ എപ്പോ റിപ്രസർ ചുമ്മാ ഇനാക്റ്റീവ് ആയിട്ട് അവിടെ കാണും. അതേപോലെ തന്നെ നമുക്ക് കാണാം ട്രിപ്റ്റോഫാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്യുന്നുണ്ടാവും. ഈ കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്യുന്ന ട്രിപ്റ്റോഫാൻ ഒരളവിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വന്നിട്ട് എക്സ്ട്രാ ഉള്ള ട്രിപ്റ്റോഫാൻ വന്നിട്ട് എപ്പോ റിപ്രസറുമായിട്ട് ജോയിൻ ചെയ്യും. അതൊരു ഹോളോ റിപ്രസർ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഫങ്ഷണൽ റിപ്രസർ ആയിട്ട് മാറും. അപ്പൊ അത് റിപ്രസർ പ്രോട്ടീനിൽ അല്ലെങ്കിൽ ഓപ്പറേറ്റർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്യും. ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ RNA പോളിമറേസിന് ഇതിന് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. ട്രിപ്റ്റോഫാൻ ആവശ്യത്തിനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്വിച്ച് ഓഫ് ചെയ്യും. അല്ലാത്തപ്പോൾ അത് എങ്ങനെ ഇരിക്കുന്നത്, തുറന്നിരിക്കുന്നത്. സോ ഹിയർ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ സിന്തറ്റിക് പാത്വേ or anabolic process and it is positively regulated and it is a repressible type of operon. Okay, ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഹ്യൂമൻ ജീനോം പ്രോജക്ട് that we will see in the next session.